ഞാനേ ദേ നിലത്ത് കിടന്നുറങ്ങാൻ പോവാ. രാജു, പുറത്ത് നല്ല കോടമഞ്ഞ, ഇതിനകത്ത് ഭയങ്കര കുളിരും, കിടുകിടാ വിറയ്ക്കുന്നു. അതിനല്ലേ കമ്പിളി പുതപ്പുള്ളേ, പുതച്ചങ്ങ് കിടന്നാ മതി. വല്ലാത്ത കാറ്റാ രാജു. രാജു, ഈ തറവാട്ടില് ഒരുപാട് പ്രേതങ്ങളുണ്ട്. അതില് എപ്പോഴും ഇവിടെ ഉള്ളത് മല്ലിക എന്ന യക്ഷിയ. മല്ലിക എന്ന യക്ഷിയോ? ആ അതെ. എന്നിട്ട് പറയേ. മല്ലികയെ ഇവിടുത്തെ എന്റെ മുതുമുത്തശ്ശനായ വീരമാർത്താണ്ഡവർമ്മ എന്ന രാജാവ് ജീവനോടെ തീയിട്ട് കൊന്നു. രാജു, ആ മല്ലികയെ കാൽച്ചിലം വിട്ട് കരിവളകൾ കിലുക്കി ഈ കോവിലകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ കഥ ആര് പറഞ്ഞു തന്നു? ഇത് കഥയല്ല, മുത്തശ്ശി പറഞ്ഞു തന്ന ചരിത്ര. രാജു, എന്താ മാഡം? തുറക്കാതെ കിടക്കുന്ന ആ മുറിയില ആ യക്ഷിയുടെ താമസം. എന്തായാലും മല്ലികയുടെ ആത്മാവ് ഇവിടെ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഇവനും കൂടി വന്നാ ഈ വീട്ടിൽ പിന്നെ ആരാ? അല്ല, ഇവന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ ഇല്ലേ ഇപ്പോ? അപ്പൊ അത് പ്രതാപൻ അറിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു വീട് വാടകയ്ക്കെടുത്ത് അവളെയും കുഞ്ഞിനെ അങ്ങോട്ടേക്ക് മാറ്റി. ഹോസ്റ്റലിലേക്കാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. കുഞ്ഞില്ലേ, അതുകൊണ്ട് വീട് തന്നെ വേണോന്ന് കരുതി. എന്നാ ഇവനും കൂടി ആ വീട്ടിൽ അവരോടൊപ്പം താമസിച്ചൂടെ? ആ പെങ്കൊച്ച് വാടക വീട്ടിൽ തന്നെ ഉണ്ടോടാ? അതോ അതിനെ കുഞ്ഞമ്മാവ? ശരിട, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാം. അത് മറക്കണ്ട. നമുക്ക് പോവാം. പോവാട്ടെ. ഇവന് ഈ വീട്ടിലെന്തൊക്കെ കാട്ടിക്കൂട്ടോ ആവും. ഇവരോടൊപ്പം എന്തായാലും പോണ്ട. ചേച്ചി, ചേച്ചി വരുന്നില്ലേ? ഞാൻ വേറെ കറി വന്നേക്കേ ശേഖര. എന്ത് ശല്യത്! ഈ കപ്പലണ്ടിയുടെ തൊലി വന്ന് മൂക്കിലും കണ്ണിലും ഒക്കെ കേറുക. കപ്പലണ്ടി തൊലിയല്ലേ, അല്ലതാ കണ്ണീർ പാതകമൊന്നും അല്ലല്ലോ. ഇത് എന്തൊരു ഡിസ്റ്റർബൻസാ! മരുമോളെ പ്രിയേ, എന്താ പ്രിയക്ക്? നിനക്ക് കപ്പലണ്ടിയോ അല്ല തക്കാളി മുറുക്കോ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. നിന്റെ കെട്ടുവനല്ലേ എന്റെ മോൻ?
ഈ അഹങ്കാരികളായ പെണ്ണുങ്ങൾക്ക് ഗുണപാഠം നൽകാൻ വേണ്ടി ഞാൻ ഒരു അനുഭവ കഥ പറയാം. ഓ ഇനി കഥ പറഞ്ഞുള്ള ശല്യ. ഞാൻ പൊള്ളാച്ചിയിൽ സർവീസിലിരിക്കുന്ന കാലം പിള്ളയാർ കോവിലിനടുത്ത് തങ്കവേലി ചെട്ടിയാരുടെ വീട്ടിൽ ഡ്യൂട്ടി. എത്ര ചൂലുണ്ടായിരുന്നു? എന്തെന്ന്? ഡ്യൂട്ടിക്ക് അടിച്ചവരെ എത്ര ചൂലുണ്ടായിരുന്നു? നീ പോടാണെന്ന്. എന്റെ പണിയായുധം ചൂലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ ഉറക്കം മാറി കിട്ടും. എന്താ ഗുണപാഠമുള്ള കഥ കേക്കട്ടെ. തങ്കവേലി ചെട്ടിയാരുടെ ഭാര്യ ഈ അമ്പിയെ പോലെയാ. അഹങ്കാരത്തിന് കയ്യും കാലും കണ്ണും വെച്ച ഒരു തള്ളേ കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുവാ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം അങ്ങ് മാറും. ഞാൻ ആരാന്നാ നിങ്ങൾ കരുതിയേ? എന്റെ പൊന്നു മേഡം, ഒന്ന് ക്ഷമിക്കേ. ഇവരിങ്ങനെ ഇവർക്ക് വട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ജയന്റെ അമ്മ അംബിക മാഡത്തോട് മര്യാദകേട് പറയരുത്. വർമ്മ സാറിന്റെ ചേച്ചിയാ മാഡം. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരാ. വെറുതെ എന്തോ അങ്ങ് പറയാമെന്ന് കരുതരുത്. ആ മാഡത്തോട് മാപ്പ് പറ. മാപ്പൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് കൊള്ളാല്ല. ഇവര് മാപ്പൊന്നും പറയണ്ട.